ധവളപത്രം പുറത്തിറങ്ങി കേരളം മൊത്തം കടക്കണിയിലാണെന്നുള്ള രീതിയിലാണ് വലതുപക്ഷം ഒരു നെറേറ്റീവ് ഉയർത്തുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കടമുണ്ട്, ഇൻഫ്ലേഷൻ അനുസരിച്ച് അതിനനുസരിച്ചുള്ള കടം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ എന്തിനാണ് മാത്രമാണ് ഇങ്ങനെ കടം എന്ന് പറയുന്നത്? വരാനിരിക്കുന്ന കാലത്ത് വികസനങ്ങളൊന്നും ചെയ്യാതെ മറിച്ച് അതൊക്കെ പിണറായി വിജയന്റെ തലയിലിടാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. ഇവരൊന്നും ചെയ്യില്ല, പകരം കടമുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ പിണറായി വിജയൻ ഇതേ കടം വെച്ചിട്ട് തന്നെയല്ലേ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയത്? ഇനിയും 5 വർഷം പറ്റുമെങ്കിൽ ഭരിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് തന്നെയല്ലേ ഇവിടെ ഇലക്ഷനിൽ മത്സരിച്ചതും. അപ്പോൾ കടമുണ്ടാവുമല്ലോ. ഈ കടത്തെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റണം. പ്രത്യേകിച്ച് കോവിഡ്, പ്രളയം തുടങ്ങി പല പ്രതിസന്ധികളുണ്ടായിട്ടും ഇവിടെ അടിസ്ഥാന സൗകര്യത്തിൽ അത്ഭുതപൂർവമായ വളർച്ച പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒഴുകിപ്പോയ പാലങ്ങൾ, ഒഴുകിപ്പോയ നാടുകളൊക്കെ അതുപോലെ പുനർനിർമ്മിച്ചൊരു സർക്കാരാണിത്. കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേരളത്തെ പരമാവധി ചവിട്ടി താഴ്ത്താൻ കേന്ദ്രം ശ്രമിച്ചിട്ടും എങ്ങനെയൊക്കെയോ മറികടന്നാണ് ഈ നാടിനെ അയാൾ കൊണ്ടുപോയത്. അതുപോലെ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുക.